ഏറെ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ് ഇന്ന് ഉച്ചയോടെ നമുക്ക് മുമ്പിലേക്ക് എത്തുന്നത്. കാരണം ഈ സംഭവം പ്രത്യേകിച്ച് ഒരു വലിയ ദുരന്തമായി മാറേണ്ട ഒരു വാർത്തയായിരുന്നു. അത് നാട്ടുകാരുടെ കൂടി ശ്രമഫലമായിട്ടാണ് അത് ഈ രീതിയിലേക്ക് മാറുന്നത്. കൊല്ലം കുണ്ടറ ആറുമുറിക്കടയ്ക്ക് സമീപമാണ് ഇന്നലെ 2 മണിയോടെ റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് കിടക്കുന്ന ഈ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് എഴുകോൺ പോലീസിനെ വിവരമറിയിക്കുകയും എഴുകോൺ പോലീസ് എത്തി ഈ ടെലിഫോൺ പോസ്റ്റ് പാളത്തിൽ നിന്ന് മാറ്റുകയും ചെയ്തു. ലഹരി സംഘങ്ങളാകാം ഇതിന് പിന്നിലെന്നായിരുന്നു ആദ്യം പോലീസ് സംശയിച്ചത്. ലഹരി ഉപയോഗിച്ച ശേഷം ഇവർ ഇത്തരത്തിൽ ചെയ്തിട്ട് പോയതാണ് എന്നതായിരുന്നു പോലീസിന്റെ സംശയം. പോലീസ് പിൻവാങ്ങിയ പിന്നാലെ 3 മണിയോടെ വീണ്ടും ഈ ടെലിഫോൺ പോസ്റ്റ് സമാന രീതിയിൽ ഈ റെയിൽവേ പാളത്തിന് കുറുകെ വീണ്ടും കിടക്കുന്നതായി നാട്ടുകാർ പോലീസിനെ അറിയിച്ചു. ഇതോടെയാണ് ഇതിലൊരു ദുരൂഹത പോലീസിന് ബോധ്യപ്പെട്ടത്. തുടർന്ന് പോലീസ് എത്തി ട്രെയിൻ പാളത്തിന് കുറുകെ കിടന്ന ഈ ടെലിഫോൺ പോസ്റ്റ് എടുത്തു മാറ്റുകയും ഇത് തൊട്ട് പിന്നാലെ തന്നെ ഈ പാലരുവി എക്സ്പ്രസ് കടന്നു പോവുകയും ചെയ്തു. ഒരുപക്ഷെ ഇത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ വലിയ ദുരന്തം തന്നെ ഉണ്ടാകുന്നതാണ്. ഇതിന് പിന്നാലെയാണ് ഈ ദുരൂഹതയും അട്ടിമറിയും സംശയിച്ചതിന് പിന്നാലെയാണ് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചത്. 2 മണിയോടെ സമീപത്തെ ഒരു CCTV ക്യാമറയിൽ 2 യുവാക്കൾ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇതുമായി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. കുണ്ടറ പോലീസും എഴുകോൺ പോലീസും റെയിൽവേ പോലീസും സംയുക്തമായുള്ള പരിശോധന ഇപ്പോൾ സ്ഥലത്ത് നടന്നു വരികയാണ്. സംശയാസ്പദമായ രീതിയിൽ കണ്ട ചെറുപ്പക്കാരെ കേന്ദ്രീകരിച്ചും സമീപത്തെ CCTV കേന്ദ്രീകരിച്ചുമായിരിക്കും അന്വേഷണം ഉണ്ടാവുക. ഏതായാലും ലഹരി സംഘങ്ങൾക്ക് അപ്പുറമുള്ള ചില വ്യക്തികൾ അത് ഇതുമായി ബന്ധപ്പെട്ട് അട്ടിമറി അടക്കമുള്ള സാധ്യത കൂടി റെയിൽവേ പരിശോധിക്കുന്നുണ്ട്. റെയിൽവേയുടെ അടക്കം ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇപ്പോൾ പരിശോധന പൂർത്തിയാക്കി.